സംസ്ഥാനത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ നുഴഞ്ഞു കയറി ബംഗ്ലാദേശി ക്രിമിനലുകൾ ബംഗാളികളെന്ന വ്യാജേന ബംഗ്ലാദേശികളും കഴിയുന്നുവെന്ന കേന്ദ്ര സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ടുകളിൽ നടപടിയെടുക്കാതെ സർക്കാർ നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും തൊഴിൽ വകുപ്പിനും ഗുരുതരമായ വീഴ്ചയുണ്ട്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ, സംസ്ഥാനത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ നുഴഞ്ഞു കയറി ബംഗ്ലാദേശി ക്രിമിനലുകൾ ഉണ്ട് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ബംഗാളികളെന്ന വ്യാജേനയാണ് ബംഗ്ലാദേശികളും കഴിയുന്നതെന്ന് കേന്ദ്ര സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്. എന്നാൽ സംസ്ഥാന സർക്കാർ ഇതിനു നേരെ കണ്ണടക്കുകയാണല്ലേ? ഇക്കാര്യത്തിൽ ബംഗ്ലാദേശ് നുഴഞ്ഞുകയറ്റം വലിയ തോതിൽ തന്നെയാണ് നടക്കുന്നത്. ഇത് സംബന്ധിച്ച് നിരവധി തവണ സംസ്ഥാന ഇന്റലിജൻസും ഒപ്പം തന്നെ കേന്ദ്ര IBയും റിപ്പോർട്ടുകൾ നൽകിയിരുന്നു. എന്നാൽ ഈ റിപ്പോർട്ടുകളിൽ ഒന്നും തന്നെ സംസ്ഥാന സർക്കാർ മുഖവിലക്കെടുത്തില്ല. യാതൊരു തരത്തിലുള്ള പരിശോധനകളും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നില്ല. സാധാരണ നിലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഒപ്പം തന്നെ ലേബർ ഡിപ്പാർട്ട്മെന്റിനും ഇക്കാര്യത്തിൽ ഏറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, പരിശോധനകൾ കൃത്യമായി നടത്താൻ കഴിയും. എന്നാൽ ഇത്തരത്തിൽ നുഴഞ്ഞു കയറിയ ആളുകളെ കണ്ടെത്താനോ അനധികൃതമായി എത്തിയ ആളുകളെ കണ്ടെത്താനോ ഉള്ള പരിശോധനകൾ നടക്കുന്നില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഗൗരവകരമായ കാര്യം എന്ന് പറയുന്നത് ഈ ബംഗ്ലാദേശികളിൽ ക്രിമിനൽ സംഘങ്ങളും നുഴഞ്ഞുകയറി എത്തിയിട്ടുണ്ട് എന്നതാണ്. ബംഗ്ലാദേശിൽ വിവിധ കുറ്റങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള വിവിധ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളാണ്. കൊലപാതകം, കവർച്ച, ഒപ്പം തന്നെ സ്ത്രീപീഡനം അടക്കമുള്ള നിരവധി കേസുകളിൽ ഉൾപ്പെട്ട പലരും അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഒളിത്താവളം എന്ന നിലയിലേക്ക് നുഴഞ്ഞു കയറുന്നു. അവർക്ക് കേരളം സുരക്ഷിത താവളമാകുന്നു. പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് വിവിധ ഭാഷാ തൊഴിലാളികൾ താമസിക്കുന്ന, തങ്ങുന്ന, ഏറ്റവും കൂടുതൽ തമ്പടിക്കുന്ന കേന്ദ്രങ്ങളിലെല്ലാം തന്നെ നല്ലൊരു ശതമാനം ബംഗ്ലാദേശികളും എത്തിയിട്ടുണ്ട് എന്ന വിവരം തന്നെയാണ് ലഭിക്കുന്നത്. നേരത്തെ ഇതിനു മുമ്പ് ഒരിക്കൽ ബംഗ്ലാദേശികൾ ഇവിടെ എത്തിയത് സംബന്ധിച്ച് ജനം TV തന്നെ അവരുടെ തെളിവുകൾ സഹിതം വാർത്ത നൽകിയിരുന്നു. അവർ ക്യാമറയ്ക്ക് മുന്നിൽ തന്നെ തങ്ങൾ ബംഗ്ലാദേശികളാണ് എന്ന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ആദ്യമൊന്നും ബംഗാളികളാണ്, മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ആസാമീസ് ആണ് എന്നെല്ലാം പറഞ്ഞ് ഒഴിയാൻ ശ്രമിച്ച അതേ ആളുകൾ തുടർച്ചയായി ചോദിച്ചപ്പോൾ അവർ ബംഗ്ലാദേശിൽ നിന്ന് വന്ന ആളുകളാണ് എന്നത് വിശദമായി സ്ഥലങ്ങൾ അടക്കം കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. അതിനുശേഷം പിന്നീട് 4 പേർ കൂടി മുനമ്പത്ത് നിന്ന് 4 ബംഗ്ലാദേശികൾ കൂടി പിടിയിലായിരുന്നു. അവർ അവിടെ മത്സ്യ മേഖലയിൽ ബോട്ടുകളിൽ ജോലി ചെയ്യാൻ എത്തിയ ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈ വാർത്തകൾ വന്നതോടുകൂടി ആളുകൾ കൂടുതൽ ജാഗരൂകരായി. പല ആളുകളെയും ഇത്തരത്തിൽ സംശയകരമായ സാഹചര്യത്തിൽ കാണുന്ന അല്ലെങ്കിൽ ബംഗ്ലാദേശികളാണ് എന്ന് സംശയമുള്ള നിരവധി ആളുകളെ ഈ ആളുകൾ ചോദ്യം ചെയ്തിരുന്നു. അങ്ങനെ ചോദ്യം ചെയ്തപ്പോൾ, നാട്ടുകാർ ചോദ്യം ചെയ്തപ്പോഴാണ് 4 പേർ കൂടി ബംഗ്ലാദേശികളാണ് എന്ന് വ്യക്തമായതും ഇവരെ പിടികൂടി തിരിച്ചയക്കുകയും എല്ലാം ചെയ്തത്. അങ്ങനെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ബംഗാളികൾ എന്ന വ്യാജേനയും അസാമീസ് എന്ന വ്യാജേനയും ബംഗ്ലാദേശികൾ തങ്ങുന്നു. അവർ ഈ ക്രിമിനൽ കുറ്റങ്ങളിൽ അടക്കം ഉൾപ്പെട്ടവരുണ്ട്. മാത്രമല്ല ഇത്തരത്തിൽ ഇവർ തങ്ങുന്നത് രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് കൂടിയാണോ എന്ന സംശയവും ബലപ്പെടുകയും ചെയ്യുന്നുണ്ട്. ശരി ജിജീഷ, സംസ്ഥാനത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ നുഴഞ്ഞു കയറി ബംഗ്ലാദേശി ക്രിമിനലുകളും ഉള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ജിജീഷ് പങ്കുവച്ചത്. ബംഗാളികളെന്ന വ്യാജേന ബംഗ്ലാദേശികളും കഴിയുന്നുവെന്ന് കേന്ദ്ര സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ടുകളിൽ സംസ്ഥാന സർക്കാർ നടപടിയെടുക്കുന്നില്ല. അതിന് നേരെ സംസ്ഥാന സർക്കാർ കണ്ണടയ്ക്കുകയാണ് എന്നുള്ള ഗുരുതരമായ ഒരു റിപ്പോർട്ട്, അതിൻ്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ജിജീഷ് കരുണാകരൻ.